വിഴിഞ്ഞത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും വികസനത്തിൻ്റെ പേരിൽ കൊച്ചിയെയും കൊച്ചിക്കാരെയും ദിവസവും 4 പള്ള് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ചിലരുണ്ട്. അവർ പള്ള് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇതിനകത്തൊരു അതിവൈകാരികതയുണ്ട്. പ്രാദേശിക വികസനവാദം അല്ലെങ്കിൽ തീവ്ര വികസനവാദം എന്ന് പറയുന്നത് അപകടകരമാണ്. മറ്റ് തീവ്രവാദങ്ങളെ പോലെ തന്നെ തിരുവനന്തപുരം മാത്രം വികസിക്കാൻ ഒരു വിഴിഞ്ഞം എന്ന കാഴ്ചപ്പാട് ശരിയാണോ? വിഴിഞ്ഞം തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവായ വികസന സാധ്യതകളുടെ വാതിൽ തുറന്നിടുന്ന പദ്ധതിയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണത്. മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലേക്കും തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലേക്കും ചരക്ക് നീക്കത്തിലൂടെ വികസനത്തിൻ്റെ പുതിയ പന്ഥാവുകൾ തുറക്കുന്ന പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞം മാറാൻ പോകുന്നത്. അതിൻ്റെ പേരിൽ, വിഴിഞ്ഞത്തിൻ്റെ പേരിൽ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമീപന രീതി അത് മാറ്റേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു. ഇവിടെ ഞാനത് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കൊച്ചിക്കാരനല്ല, അങ്ങനെ ആരും സംശയിക്കേണ്ട. ഞാൻ മലബാറുകാരനുമല്ല, ഞാൻ തിരുവനന്തപുരത്തുകാരനുമല്ല, ഞാൻ ഈ പ്രദേശങ്ങളിലൊന്നും പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ വളരെ സമചിത്തതയോടെ സന്തുലിതമായിട്ട് കേരളത്തിൻ്റെ മൊത്തം വികസനം, നാടിൻ്റെ വികസനം എന്ന കാഴ്ചപ്പാടിൽ ഇതിനെ കാണാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചില പ്രിയ പ്രേക്ഷകർ പല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകളുണ്ട്. കമൻറ്റുകൾ വരണം, അഭിപ്രായങ്ങൾ വരണം, വിയോജിപ്പുകളും യോജിപ്പുകളും വരണം. അപ്പം അതിൽ ശ്രദ്ധേയമായ ചില കമൻറ്റുകൾ വന്നിരുന്നു. ഒരു മോഹൻദാസ് JS, കീർത്തി ജോസഫ്, പോൾ, അജയ് തോമസ്, എലിസബത്ത്, രാജശേഖർ തുടങ്ങി ഒട്ടേറെ പേർ കമൻസുകൾ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉന്നയിച്ചിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ മോഹൻദാസ് JSൻ്റെ ഒരു കമൻറ്റ് വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ, ആ വീഡിയോയെ അധികരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വെൽ സെറ്റ്, ബിഗ് അപ്രീസിയേഷൻ ഫോർ മെനി വാല്യുബിൾ പീസസ് ഓഫ് ഇൻഫർമേഷൻ. It is a fact that we cannot compete with China in port sector development. The biggest port, Shanghai, is in China, and out of the top 10 ports, 7 are in China. That the second largest is Singapore, 6th largest Rotterdam, Netherlands, and 10th Busan in South Korea. Viഴിഞ്ഞം, after completion of all phases, will be one among the top in the world. Constructive criticism are welcome, but negative ones have to be discarded, as you have pointed out. അദ്ദേഹം വളരെ ചുരുക്കി പറയുന്നുണ്ട്. മോഹൻദാസ് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം ചൈനയാണ്. കഴിഞ്ഞൊരു ദിവസത്തെ കമൻറ്റിൽ വന്നിട്ടുണ്ട്, ചൈനയിൽ 200ഓളം തുറമുഖങ്ങളുണ്ട്, ഈ മേജർ തുറമുഖം കൂടാതെ. അപ്പം ചൈന ഒരു മാരിടൈം പവറാണ്, ഒരു സമുദ്ര ശക്തിയാണ് ചൈന എത്രയോ വർഷങ്ങളായിട്ട്. ആ ചൈനയോട് നമുക്ക് ഇന്ത്യയിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് സീ വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായത് വിഴിഞ്ഞമാണ്, വേറൊന്നുമില്ല. നമ്മളൊരു തുടക്കത്തിലാണ് നിൽക്കുന്നത്, ത്രെഷോൾഡിലാണ്, ഒരു ചവിട്ടുപിടിയിലാണ്. അപ്പോൾ ബിഗസ്റ്റ് ഷാങ്ഹായ് ഇൻ ദ വേൾഡ്, അതേപോലെ ഈ ലോകത്തെ പ്രധാനപ്പെട്ട ആദ്യ 10 തുറമുഖങ്ങളിൽ 7 ചൈനയിലാണ്. അതാണ് ചൈനയുടെ മാരിടൈം പവർ. അതൊരു പവർ ഹൗസാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് ലോകത്ത് 1ാം സ്ഥാനത്തായിരുന്ന നെതർലൻഡ്സിനെ, നെതർലൻഡ്സിലെ റോട്ടർഡാമിനെ മറികടന്നിട്ടാണ് ചൈന ഒക്കെ മുന്നിലെത്തിയത്. ഷാങ്ഹായ്, റോട്ടർഡാമിനെ 2005 ആദ്യം മറികടക്കുന്നത് സിംഗപ്പൂർ തുറമുഖമാണ്. ആ സിംഗപ്പൂരിനെ മറികടന്നിട്ടാണ് ഷാങ്ഹായ് ഒന്നാമതെത്തിയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം, മോഹൻദാസ് JS, ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ കംപ്ലീഷൻ നിർമ്മാണം എല്ലാ ഫേസും പൂർത്തിയായി കഴിഞ്ഞാൽ വിഴിഞ്ഞവും ലോകത്തെ എണ്ണപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിട്ട് മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലുമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മുടെ ബെർത്തിൻ്റെ നീളം വിഴിഞ്ഞത്ത് കുറഞ്ഞു പോയി, 800 മീറ്ററേ ഉള്ളൂ എന്നുള്ള തർക്കമായിരുന്നു.
അത് എങ്ങും ക്ലച്ച് പിടിക്കാൻ പോയില്ല. കാരണം പ്രോജക്റ്റ് വന്നിട്ട് 4-5 കൊല്ലമായി. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ആർക്ക് വേണേലും വെബിൽ നോക്കാം. വിസിലിൻ്റെ സൈറ്റിൽ പോയി നോക്കാം. എന്നിട്ട് ആരും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ കമ്മീഷനിങ് കഴിഞ്ഞ് വാണിജ്യ പ്രവർത്തനം തുടങ്ങിയപ്പോൾ 800 മീറ്റർ വാർഫ് പോരാ എന്ന് പറഞ്ഞിട്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ അത് എങ്ങും എത്താത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമ ലോകത്തും അല്ലാതെയും ഓൺലൈൻ മാധ്യമങ്ങളിലും ചിലർ വന്നിരുന്ന് അടുത്ത കുത്തിത്തിരിപ്പിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? പേര് മാറ്റം. ഒന്ന് കഴിഞ്ഞു, വാർഫ് അല്ല ബെർത്തിൻ്റെ കഴിഞ്ഞു, 800 മീറ്റർ ഇഷ്യൂ കഴിഞ്ഞു. ഇനി എന്താണ്? പേര് മാറ്റണം. തുറമുഖത്തിൻ്റെ പേര് മാറ്റണം. ഈ പേര് പോരാ. ലോകത്തുള്ള തുറമുഖങ്ങൾക്കെല്ലാം അങ്ങനെ ഉള്ള പേരുകൾ പോലെ വേണം. വിഴിഞ്ഞം പോരാ, തിരുവനന്തപുരം അല്ലെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് വേണം എന്നാണ് പുതിയ വാദം. ഞാൻ ചോദിക്കുന്നത്, ഈ വെബ്സൈറ്റ് നോക്കുക, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക, അല്ലെങ്കിൽ വിക്കിപീഡിയ അതുപോലെ ഓൺലൈൻ വിവരങ്ങൾ കിട്ടുന്ന സൈറ്റുകൾ നോക്കുക. അവിടെയെല്ലാം കിടക്കുന്നത് പേര്, അതിൻ്റെ എംബ്ലൂം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എന്താണ്? വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ് നമ്മുടെ തുറമുഖത്തിൻ്റെ പേര്. ആ പേരിൽ തന്നെ തിരുവനന്തപുരം ഉണ്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ് വിസിലിൻ്റെ സൈറ്റിലും വിക്കിപീഡിയയിലും എല്ലായിടത്തും കിടക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം തിരുവനന്തപുരം സിറ്റിക്കകത്താണെന്നും സിറ്റിക്കുള്ളിൽ പരിധിയിലാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റ് നോക്കുന്നവർക്ക്, ഇക്കാലത്ത് ഡിജിറ്റൽ മീഡിയയിലൂടെ എല്ലാം അറിയുന്നവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ട്രാവൻകൂർ പോർട്ട് എന്ന് വേണം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോർട്ട് എന്ന് വേണം. തിരുവനന്തപുരം ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഔദ്യോഗിക നാമം, പേര്. നമ്മുടെ തലസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരമാണ്, ട്രിവാൻഡ്രമല്ല. അതൊക്കെ മാറ്റി എല്ലാം മാറ്റി നമ്മൾ സ്വീകരിച്ചു വരാണ്. അപ്പോൾ തിരുവനന്തപുരം എന്ന പേര് അവിടെ വേണം. പിന്നെ നാളെ പേര് മാറ്റണമെങ്കിൽ വിസിൽ തീരുമാനിച്ച പേര് മാറ്റാം, അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിച്ച പേര് മാറ്റാം. ഇപ്പം മറ്റ് പോർട്ടുകളുടെ എങ്ങനെയാണ് പറയുന്നത്? പോർട്ട് ഓഫ് ഷാങ്ഹായ്, പോർട്ട് ഓഫ് റോട്ടർഡാം, പോർട്ട് ഓഫ് സിംഗപ്പൂർ, പോർട്ട് ഓഫ് കൊളംബോ. ഇതിന് വരെ നാളെ പോർട്ട് ഓഫ് തിരുവനന്തപുരം എന്നായിക്കൂടുന്നില്ല. ആയിക്കോട്ടെ, അതിനിപ്പോഴേ ഇങ്ങനെ മസിൽ പിടിക്കണം. ഇനി പിന്നൊരു നിലവിളി ഈ പലപ്പോഴും നമ്മൾ മീഡിയയുടെ കമൻറ്റുകളിൽ കാണുന്നത്, ക്രെയിനുകളുടെ എണ്ണം പോരാ. നിങ്ങൾ ഷാങ്ഹായ് എടുക്കൂ, റോട്ടർഡാം എടുക്കൂ, നിങ്ങൾ കൊളംബോ, സിംഗപ്പൂർ, എത്ര ക്രെയിനുകളാണ്. ഇവിടെ ക്രെയിനുകൾ പോരാ. ഫേസ് 1 ആവശ്യമായ ക്രെയിനുകൾ വിഴിഞ്ഞത്തുണ്ട്. ചൈനയിൽ നിന്നും 2-3 ചരക്ക് കപ്പലിൽ 2-3 തവണ ക്രെയിൻ ഇവിടെ എത്തി. എല്ലാ ക്രെയിനുകളും ഫേസ് 1 സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വരാനുള്ളത് എന്താണ്? ഈ ഷിപ്പ് ടു ഷോർ ഒക്കെ നേരത്തെ വന്ന് സ്ഥാപിച്ചു. യാർഡ് ക്രെയിനുകൾ സ്ഥാപിച്ചു ആദ്യഘട്ടത്തിൽ. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന മൊബൈൽ ക്രെയിൻ വന്നു. മൊബൈൽ ക്രെയിൻ എന്തിനാണ്? ഷിപ്പ് ടു യാർഡ്, കപ്പൽ മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ യാർഡിലേക്ക് മാറ്റാൻ. അതുപോലെ ഷിപ്പ് ടു ഷോർ, ഷിപ്പിൽ നിന്നും ഷോറിലേക്ക് മാറ്റാൻ. അവിടുന്ന് ഷോറിൽ നിന്നും യാർഡ് ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നിടത്തേക്ക് മാറ്റാൻ. ഇനി അവിടുന്ന് കണ്ടെയ്നർ ലോറികളിൽ കയറ്റണമെങ്കിൽ അതിനുള്ള മൊബൈൽ ക്രെയിനും കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തി. ചൈനയിൽ നിന്ന്, ഷാങ്ഹായിൽ നിന്ന് എത്തി. എന്താണ്? മൊബൈൽ ക്രെയിനുകൾ എത്തി. 4 മൊബൈൽ ക്രെയിൻ വേണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതായത് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൊബൈൽ ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ JCBയും അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്കവേറ്റർ പോലെ വലിയ വീലുകളിൽ ഉരുട്ടിക്കൊണ്ടുപോകുന്ന മൊബൈൽ ക്രെയിൻ, ഹ്യൂജ് ക്രെയിൻ, വലിയ ക്രെയിൻ, ഭീമാകാര ക്രെയിൻ, അത് കണ്ടെയ്നർ പൊക്കിയെടുത്ത് നേരെ കണ്ടെയ്നർ ലോറിയിലേക്ക് വെക്കാൻ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന മൊബിലിറ്റിയുള്ള അതാണ് മൊബൈൽ ക്രെയിനും. 4 എണ്ണത്തിൽ 2 എണ്ണം വന്നു കഴിഞ്ഞു. ബാക്കി 2 എണ്ണം അടുത്ത ഷിപ്മെൻറ്റിൽ വരാൻ പോവുകയാണ്. അതോടൊപ്പം ഇതിനകം തന്നെ 4 ടഗ് വേണ്ടിടത്ത് മോഡേൺ ടഗ്, നങ്കൂരം ഇടുന്ന പുറംകടലിൽ വരുന്ന കപ്പലിനെ വിളിച്ച് ദിശ കാണിച്ച് തുറമുഖത്തേക്ക് ഉള്ളിലേക്ക് ബെർത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ടഗുകളിൽ അതിൽ
ഡോൾഫിൻ ടഗ് എന്ന് അതിനെ വിളിക്കുന്നത്. അത് 3 ടഗ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ടഗ് തൽക്കാല ടഗ്ഗായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ 4ാമത്തെ ടഗ് വന്നു കഴിഞ്ഞു വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം. ഇപ്പം 4 ടഗുകളുമായി, അതായത് ഡോൾഫിൻ ടഗ്സ് എന്നറിയപ്പെടുന്ന ഡോൾഫിൻ 26, 27, 28 ഓൾറെഡി ഉണ്ട്. ഇപ്പം 29ാം നമ്പർ ഡോൾഫിൻ ടഗും വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു വീഴ്ചകൾ നമുക്ക് വിഴിഞ്ഞത്ത് ഈ പറയുന്ന ഫേസ് 1-ൽ ഈ 800 മീറ്റർ നീളമുള്ള ബെർത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും, അനുബന്ധ സംവിധാനങ്ങളും, ടഗ് ആയാലും ക്രെയിനുകളായാലും എല്ലാം ഇപ്പോൾ വിഴിഞ്ഞത്ത് സജ്ജമായി എന്ന് വേണം നമുക്ക് പറയാം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഈ വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും വിവാദം ഉണ്ടാക്കിയെങ്കിലേ സമാധാനമുണ്ടാവൂ എന്ന് ഉള്ള ഒരു രീതി, ഒരു തരം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തിരുവനന്തപുരം, വിഴിഞ്ഞം തിരുവനന്തപുരം. വിഴിഞ്ഞം തിരുവനന്തപുരം മാത്രമല്ല, വിഴിഞ്ഞം കേരളത്തിൻ്റെതാണ്, വിഴിഞ്ഞം ഇന്ത്യയുടേതാണ്, വിഴിഞ്ഞം സൗത്ത് ഇന്ത്യ തെക്കേ ഇന്ത്യയുടേതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വിഴിഞ്ഞം മലബാറിൻ്റേതാണ്. വിഴിഞ്ഞത്ത് നിന്നും ഉത്ഭവിച്ചു മലബാറിലും പാലക്കാട്ടുമൊക്കെ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രമാണ്, തിരുവനന്തപുരത്തിൻ്റെ മാത്രമാണ് എന്നുള്ള അതിതീവ്ര വികസനവാദം നമ്മൾ ഉപേക്ഷിക്കണം. ഈ ഒരുതരം അത്തരം തള്ളുകൾ, ഈ തള്ളു പന്നാസു വണ്ടി എന്ന് പറയുന്ന പോലെ മൂവ് ചെയ്യാത്ത, തള്ളിയാലും പോകാത്ത ആദർശങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രപ്പോസൽസ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുവന്നാൽ അത് എത്രമാത്രം പ്രായോഗികമാകും എന്ന് നമ്മളെല്ലാം ചിന്തിക്കണം.